കടലിൻ്റെ മൃദുലമായ സംഗീതവും ചരിത്രവും ഭക്തിയും ചേർന്ന ഒരു ദ്വീപ്. രാമായണത്തിലെ സ്മൃതികൾ ഇപ്പോഴും അതിൻ്റെ മടിത്തട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു തീർത്ഥക്ഷേത്ര നഗരം രാമേശ്വരം. ഇന്ത്യയുടെ തെക്കുകിഴക്കേ അറ്റത്ത് തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ പാമ്പൻ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ തീർത്ഥക്ഷേത്ര നഗരമാണ് രാമേശ്വരം. ബംഗാൾ ഉൾക്കടലിൻ്റെയും ഗൾഫ് ഓഫ് മന്നാറിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപിൽ നിന്ന് വെറും 30 കിലോമീറ്റർ മാത്രമാണ് ശ്രീലങ്കയിലേക്കുള്ള ദൂരം. ആകാശം പോലെ നീണ്ടുകിടക്കുന്ന കടലിൻ്റെ വശ്യഭംഗിയും ആ കടലിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകളുടെ ജീവിത രീതികളും ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളുമാണ് രാമേശ്വരത്തേക്ക് യാത്രികരെ ആകർഷിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ സമുദ്രപാലമായ പാമ്പൻ പാലത്തിലൂടെ കടന്നുവേണം രാമേശ്വരത്തേക്ക് എത്താൻ. ഏകദേശം 2 കിലോമീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളം. അതിമനോഹരമാണ് ഈ പാലത്തിലൂടെയുള്ള യാത്ര. ചുറ്റും കടലു മാത്രം. കടലിൻ്റെ മീതെ കടന്നു പോകുന്ന അനുഭവം നമുക്ക് പാമ്പൻ ബ്രിഡ്ജിലൂടെ യാത്ര ചെയ്യുമ്പോൾ ലഭിക്കും. അങ്ങനെ ഞങ്ങൾ ദ്വീപിലെത്തി. രാമനാഥസ്വാമി ക്ഷേത്രത്തിലേക്ക് പോവാമെന്ന് കരുതി ബസ്സിൽ കയറി. രാമേശ്വരം ബസ് സ്റ്റാൻഡിൽ നിന്ന് രാമനാഥസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്താൻ ഏകദേശം 2.5 കിലോമീറ്റർ ആണുള്ളത്. സ്ത്രീകൾക്ക് ബസ് ടിക്കറ്റ് ഫ്രീ ആണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രാമനാഥസ്വാമി ക്ഷേത്രത്തിനടുത്തെത്തി. ആദ്യം തന്നെ ക്ഷേത്രത്തിനടുത്ത് ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഒരു റൂം ബുക്ക് ചെയ്തു. ക്ഷേത്രത്തിന്റെ അടുത്തായതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിന് 1000 രൂപയ്ക്കൊക്കെ ഇവിടെ റൂം കിട്ടും. എന്നാൽ കൂടിയ റേറ്റിനുള്ള റൂമുകളും ഈ പരിസര പ്രദേശത്തുണ്ട്. രാവിലെ തന്നെ ആളുകളൊക്കെ ജോലി ചെയ്യുന്ന തിരക്കിലാണ്. ചിലർ പീഡികത്തിണ്ടയിലിരുന്ന് പത്രം വായിക്കുന്നു. പലയിടങ്ങളിലായി കാവി വസ്ത്രധാരികൾ ഇരിക്കുന്നു. ഇവിടെയുള്ളവർ ജീവിക്കാനുള്ള ഓരോ തിരക്കുകളിലാണ്. ചിലർ ജീവിക്കാൻ വേണ്ടി കാശുണ്ടാക്കാനുള്ള തിരക്കിൽ, ചിലരാണെങ്കിൽ ആത്മീയതയ്ക്കായിട്ടുള്ള തിരക്കിൽ. അങ്ങനെ ഓരോ ആളുകളും ഓരോ കാര്യങ്ങൾക്കായിട്ടുള്ള തിരക്കിലാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളുടെ ജീവിതങ്ങൾ കാണാൻ എനിക്കെപ്പോഴും ഒരു കൗതുകമാണ്. ആ കൗതുകമാണ് യാത്ര ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നതും. ഞങ്ങൾ രണ്ടുപേരും ഈ തെരുവിലൂടെ കുറച്ചധികം നടന്നു. ഞങ്ങൾ ചായ കുടിക്കാമെന്ന് കരുതി ഒരു കടയിൽ കയറി. ഇവിടെ ഈ കടയിൽ എണ്ണയിൽ ഭജി ഉണ്ടാക്കുന്നത് കണ്ടു. അവർ എന്തെളുപ്പത്തിലാണ് മുളക് ബജി വറുത്തു കോരിയെടുക്കുന്നത്. കാണാൻ തന്നെ നല്ല രസമുണ്ട്. അത് കുറച്ചു നേരം നോക്കി നിന്നു. ഈ കടയ്ക്കടുത്താണ് അഗ്നിതീർത്ഥമുള്ളത്. അഗ്നിതീർത്ഥം രാമേശ്വരത്തിലെ ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വിശുദ്ധ തീർത്ഥസ്നാന സ്ഥലമാണ്. ഇതിനു പിന്നിൽ ധാരാളം പൗരാണിക കഥകളും ആത്മീയ വിശ്വാസങ്ങളും ചേർന്ന ഒരു ചരിത്ര പരമ്പരയുണ്ട്. അതിലൊന്ന്, രാമൻ ലങ്കയുദ്ധം വിജയിച്ച് സീതയുമായി തിരിച്ചെത്തിയ ശേഷം അദ്ദേഹത്തിന് യുദ്ധത്തിലുണ്ടായ ബ്രഹ്മഹത്യാ പാപം മോചനം ചെയ്യേണ്ടതുണ്ടായിരുന്നു. കാരണം ലങ്കയുടെ രാജാവായ രാവണന്റെ പിതാവ് വിശ്രവ മഹർഷി എന്ന ഒരു മഹത്തായ ബ്രാഹ്മണ സന്യാസിയായിരുന്നു. എന്നാൽ മാതാവ് കൈകേസി എന്ന ദൈവിക തേജസ്സുള്ള രാക്ഷസ വംശത്തിൽപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് തന്നെ രാമന് ബ്രഹ്മഹത്യാ പാപം മോചനം ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു. അതിനാൽ ബ്രഹ്മഹത്യാ പാപം മോചനം ചെയ്യാനായി രാമൻ രാമനാഥസ്വാമി ക്ഷേത്രം നിർമ്മിക്കുകയും അവിടെ ശിവലിംഗം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം അഗ്നിതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് രാമനാഥസ്വാമി ക്ഷേത്രത്തിലുള്ള 22 കിണറുകളിൽ നിന്ന് വെള്ളം കയ്യിലെടുക്കുകയും തലയിൽ ഒഴിക്കുകയും ചെയ്തു. അങ്ങനെ തൻ്റെ പാപങ്ങളിൽ നിന്ന് മോചിതനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ പാപമോചന സ്നാനം എന്നത് ഇന്ന് ഭക്തർ വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു ആചാരമാണ്. അതിനാൽ പാപമോചനത്തിനായി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും ഇവിടെ എത്തുന്നത്.
അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ഭക്തർ സ്നാനം ചെയ്യുന്നത് കാണാം. കടലിൽ സ്നാനം ചെയ്ത് പാപമോചിതരാവാനായി രാമനാഥസ്വാമി ക്ഷേത്രത്തിലെ 22 കിണറ്റിലെ വെള്ളം തലയ്ക്കൊഴിച്ച് ക്ഷേത്രത്തിലെ ശിവനെ പ്രാർത്ഥിക്കുന്നു. രാമനാഥസ്വാമി ക്ഷേത്രം രാമേശ്വരത്തിലെ പ്രധാന ആകർഷണമാണ്. ശിവഭക്തരുടെയും രാമഭക്തരുടെയും വിശ്വാസത്തിന്റെ സാക്ഷിയായി നിലകൊള്ളുന്ന ഈ ക്ഷേത്രം ഭാരതത്തിലെ പവിത്രമായ ചാർധാം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥ്, ഗുജറാത്തിലെ ദ്വാരക, ഒഡീഷയിലെ പൂരി എന്നിവയാണ് മറ്റു ചാർധാം തീർത്ഥയാത്ര സ്ഥലങ്ങൾ. ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കോറിഡോർ ഉള്ള ക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നടപ്പാതയുടെ നീളം ഏകദേശം 1200 മീറ്ററാണ്. ഈ ക്ഷേത്രം ഇന്ന് കാണുന്ന രൂപത്തിൽ വളർന്നു വന്നത് ഏകദേശം 12-13 നൂറ്റാണ്ടിലെ പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്താണ്. പിന്നീട് ജാഫ്നയിൽ നിന്നുള്ള ശ്രീലങ്കൻ രാജാക്കന്മാർ, സേതുപതികൾ എന്നിവരും ക്ഷേത്ര നിർമ്മാണത്തിൽ സംഭാവന നടത്തി. നീളമുള്ള കോറിഡോറുകൾ, ഗോപുരങ്ങൾ, ശില്പങ്ങൾ എന്നിവ സേതുപതി രാജാക്കന്മാർ നിർമ്മിച്ചവയാണ്. ക്ഷേത്രത്തിലെ നടപ്പാത കാണാൻ മനോഹരമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇത്തരത്തിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചു എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. കല്ലിൽ കൊത്തി നിർമ്മിച്ച ക്ഷേത്രത്തിലൂടെ പോകുമ്പോൾ നമ്മളും പഴയ കാലത്താണ് ജീവിക്കുന്നതെന്ന് തോന്നും. മനോഹരമായ ശില്പങ്ങളും ചുമർ ചിത്രങ്ങളും നമ്മളെ ആശ്ചര്യപ്പെടുത്തും. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾ പോയത് രാമേശ്വരം ഫിഷിംഗ് ഹാർബറിലേക്കാണ്. ഇവിടെ കുറച്ചുപേർ ബോട്ടുകൾ നന്നാക്കുന്നത് കണ്ടു. അതെല്ലാം കുറച്ച് സമയം നോക്കി നിന്നു. ഈ ദ്വീപിനു ചുറ്റും കടലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകളുടെ പ്രധാന വരുമാന മാർഗമാണ് മത്സ്യബന്ധനം. കടലിൽ ഒരുപാട് ബോട്ടുകളുണ്ട്. ഈ നീലക്കടലിൽ കുറേ ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണാൻ തന്നെ എന്തു ഭംഗിയാണ്. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ ഇവരുടെ കൂടെ ചെലവഴിച്ചു. രാമേശ്വരം ഹാർബറിൽ നിന്ന് ഞങ്ങൾ പോയത് പാമ്പൻ ബ്രിഡ്ജിന്റെ അടുത്തേക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമുദ്രപാലമാണ് പാമ്പൻ ബ്രിഡ്ജ്. ഇന്ത്യയുടെ മെയിൻലാൻഡിനെയും രാമേശ്വരത്തെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ ബ്രിഡ്ജും റോഡ് പാലവും കൂടിയുള്ള പാലമാണ് പാമ്പൻ ബ്രിഡ്ജ്. 1914 ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് പാമ്പൻ റെയിൽവേ ബ്രിഡ്ജ്. 1964 ചുഴലിക്കാറ്റ് ഈ ബ്രിഡ്ജിന് കുറേ നാശനഷ്ടങ്ങൾ വരുത്തിയതിനെ തുടർന്ന് 1988 റെയിൽവേ ബ്രിഡ്ജിന് അടുത്തായി ഒരു റോഡ് പാലം നിർമ്മിച്ചു. അങ്ങനെയാണ് 2 പാലങ്ങൾ നിലവിൽ വന്നത്. പക്ഷേ റെയിൽവേ ബ്രിഡ്ജിന്റെ പണി നടക്കുന്നതിനാൽ ട്രെയിൻ ഇതിലൂടെ കടന്നു പോകുന്നില്ല. കുറേ പേര് റെയിൽവേ ബ്രിഡ്ജിൽ പണിയെടുക്കുന്നതായി കണ്ടു. വലിയ കപ്പലുകളൊക്കെ പാലത്തിനടിയിലൂടെ കടന്നു പോവേണ്ട സമയത്ത് പാലത്തിന്റെ മധ്യഭാഗം 2ആയി തുറക്കും. ഇതാണ് മറ്റു സമുദ്രപാലങ്ങളിൽ നിന്ന് പാമ്പൻ ബ്രിഡ്ജിനെ വ്യത്യസ്തമാക്കുന്നത്. 1964 ചുഴലിക്കാറ്റ് ഈ ബ്രിഡ്ജിന് കുറേ നാശനഷ്ടങ്ങൾ വരുത്തിയെങ്കിലും ഇന്നും ഈ പാലം നിലനിൽക്കുന്നത് നമ്മെ ആശ്ചര്യപ്പെടുത്തും. പാമ്പൻ ബ്രിഡ്ജിന് താഴേക്ക് നോക്കിയപ്പോൾ കുറേ ബോട്ടുകൾ കടലിൽ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. അതിനിടയിൽ കൂടെ ഒരു ബോട്ട് പോകുന്നു. ഈ ബ്രിഡ്ജിന് മുകളിൽ നിന്നുള്ള കാഴ്ച മനോഹരമാണ്. നീല നിറത്തിലുള്ള നല്ല തെളിഞ്ഞ കടലാണ് ഇവിടെയുള്ളത്. കടലിന്റെ അടിത്തട്ട് നമുക്ക് ഇവിടെ നിന്നാൽ കാണാം. നീലാകാശം പോലെ നീണ്ടുകിടക്കുന്ന ഈ കടൽ കാണാൻ
എന്തൊരു ഭംഗിയാണ്! നീലക്കടലും കടലിൻ്റെ ശബ്ദവും ബോട്ടുകളുമൊക്കെ നമ്മളെ വല്ലാതെ സന്തോഷിപ്പിക്കും. ഒരിക്കലെങ്കിലും ഈ പാമ്പൻ ബ്രിഡ്ജിൽ നിന്ന് കടലിൻ്റെ ഭംഗി നേരിട്ട് ആസ്വദിക്കണം. അത്രയും മനോഹരമാണ് ഈ കാഴ്ച. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ബ്രിഡ്ജിന് താഴേക്ക് നടന്നു. കുറച്ചങ്ങ് നടന്നപ്പോൾ ആളുകൾ ഉണക്കമീൻ ഉണ്ടാക്കുന്നത് കണ്ടു. പിടിച്ചു കൊണ്ടുവന്ന മീനൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കുകയാണവർ. നല്ല വെയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് പാമ്പൻ പാലം കാണാം. വിശാലമായ കടലിൽ ഒരു കൂറ്റൻ പാലം. പാലത്തിൻ്റെ മുകളിൽ നിന്ന് മാത്രമല്ല, അതിൻ്റെ താഴെ നിന്ന് കാണാനും മനോഹരമാണ്. നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് കണ്ട ബോട്ടുകളാണ് ഈ നിർത്തിയിട്ടിരിക്കുന്നത്. ആ ബോട്ടിനടുത്തായിട്ട് കടലിൽ 2 കുട്ടികൾ നീന്തുന്നത് കണ്ടു. എന്തു ഭംഗിയാണല്ലേ ഈ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം നടന്നു ബ്രിഡ്ജിൻ്റെ മറുവശത്തെത്തി. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബോട്ടുടമസ്ഥനായ എമേഴ്സൺ എന്ന വ്യക്തി ഞങ്ങളോട് വിശേഷങ്ങളൊക്കെ തിരക്കി. എന്നിട്ട് ഞങ്ങളോട് അദ്ദേഹത്തിൻ്റെ ബോട്ടിൽ കടൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ ക്ഷണിച്ചു. ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. ബോട്ടിലൂടെ കടൽ കാണാൻ പ്രത്യേക ഭംഗിയാണ്. നമ്മളും കടലും മാത്രം. അങ്ങ് ദൂരെയായി നമുക്ക് പാമ്പൻ ബ്രിഡ്ജ് കാണാം. കുറേ ബോട്ടുകൾക്കിടയിലൂടെയുള്ള മനോഹരമായൊരു ബോട്ട് യാത്ര. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ആഴക്കടലിൽ പോയി മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന വലിയ ബോട്ടുകളുണ്ട്, അത് കാണിച്ചു തരാമെന്ന്. ആഴക്കടലിൽ പോയി മീൻ പിടിക്കാൻ ഏകദേശം 10 ദിവസമൊക്കെ മിനിമം എടുക്കുമത്രേ. ആ ദിവസങ്ങളിൽ ഇവരുടെ താമസവും ഭക്ഷണവും ഒക്കെ ബോട്ടിൽ തന്നെയാണ്. എങ്ങനെയായിരിക്കുമല്ലേ ആ ഒരു ജീവിതം? എന്തെങ്കിലും ഒരിക്കൽ ആഴക്കടലിൽ പോയി മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം നേരിട്ട് അറിയണമെന്നുണ്ടെനിക്ക്. എപ്പോഴെങ്കിലും സാധിക്കുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ വലിയ ബോട്ടിലെത്തി. ബോട്ടിലെ അകമെല്ലാം കണ്ടു. അവർ ഭക്ഷണമുണ്ടാക്കി കഴിക്കുന്ന സ്ഥലവും ബോട്ടിൻ്റെ എഞ്ചിനും മീൻ പിടിക്കാനായി ഉപയോഗിക്കുന്ന കയറും അങ്ങനെ എല്ലാം നേരിട്ട് കണ്ടു. ഇതെല്ലാം കണ്ടപ്പോൾ കടലിലെ അവരുടെ ആ 10 ദിവസത്തെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ഓർത്തു. മീൻ പിടിക്കുന്നതും ഭക്ഷണമുണ്ടാക്കി ഒരുമിച്ച് കഴിക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം മനസ്സിലങ്ങനെ സങ്കല്പിച്ചു. ഈ ബോട്ടിൽ നിന്ന് അങ്ങ് ദൂരെയായിട്ട് നമുക്ക് പാമ്പൻ ബ്രിഡ്ജ് കാണാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ചെറിയ ബോട്ടിൽ കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ പാമ്പൻ ബ്രിഡ്ജിന്റെ അടിയിലൂടെയായി ബോട്ട് യാത്ര. എത്ര മനോഹരമായിട്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. റോഡ് പാലത്തിൻ്റെ ഉയരം റെയിൽവേ ബ്രിഡ്ജിൻ്റെ ഉയരത്തേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ കടലിൽ എങ്ങനെയായിരിക്കും പാമ്പൻ പാലം നിർമ്മിച്ചിട്ടുണ്ടാവുക എന്ന്. ടെക്നോളജി കുറേയേറെ പുരോഗമിച്ച ഇന്നത്തെ കാലത്ത് പോലും സമുദ്രപാലം പണിയാൻ ബുദ്ധിമുട്ടാണ്. ശരിക്കും ഈ പാലം ഒരു അത്ഭുതം തന്നെയാണ്. ഈ ഒരു ബോട്ട് യാത്ര ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതായതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ ഇവരോടൊക്കെ നന്ദി പറഞ്ഞ് ഇവിടെ നിന്ന് തിരിച്ചു. എന്നിട്ട് APJ അബ്ദുൽ കലാം മെമ്മോറിയൽ കാണാൻ പോയി. പാമ്പൻ ബ്രിഡ്ജിൽ നിന്ന് രാമേശ്വരം പോകുന്ന വഴിക്കാണ് APJ അബ്ദുൽ കലാം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ക്യാമറ നിരോധിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് അകത്ത് കയറാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുത്തെ പുറമേയുള്ള കാഴ്ചകളൊക്കെ കണ്ടു. എന്നിട്ട് അദ്ദേഹം ജനിച്ച വീട് കാണാൻ പോവാമെന്ന് കരുതി. രാമേശ്വരം ക്ഷേത്രത്തിൽ നിന്ന് കഷ്ടിച്ച് 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അദ്ദേഹം ജനിച്ച വീട്ടിലേക്ക്. ഞാൻ കരുതിയത് APJ അബ്ദുൽ കലാം ജനിച്ച വീട് അതേപടി സംരക്ഷിച്ചിട്ടുണ്ടാവുമെന്നാണ്. എന്നാൽ അതൊന്നും ഇവിടെ കണ്ടില്ല. ഇപ്പോൾ ഇവിടെ മറ്റൊരു കെട്ടിടമാണുള്ളത്.
അതിൽ അബ്ദുൽ കലാം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളും ഫോട്ടോകളും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങളുമൊക്കെയാണുള്ളത്. ഈ ഒരു കൊച്ചു ദ്വീപിൽ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകനായി ജനിച്ച് ഇന്ത്യയുടെ പ്രസിഡന്റായി ഉയർന്ന അദ്ദേഹം എല്ലാവർക്കും ഒരു മാതൃകയാണ്. അദ്ദേഹം ശരിക്കും ഒരു അത്ഭുത പ്രതിഭ തന്നെയാണ്. അദ്ദേഹം ഓരോ ഇന്ത്യക്കാർക്കും അഭിമാനമാണ്. കുറച്ച് സമയം ഇവിടെ ചെലവഴിച്ച് തിരിച്ച് ക്ഷേത്രത്തിനടുത്തേക്ക് പോയി. ഇന്ത്യയുടെ നോർത്ത് സൈഡിൽ നിന്ന് വന്ന ആളുകളാണെന്ന് തോന്നുന്നു. ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് കണ്ടു. നമ്മളുടെ ഇന്ത്യ മതപരമായും പ്രകൃതിപരമായും വൈവിധ്യമുള്ള നാടാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എവിടെ പോയാലും വ്യത്യസ്ത തരം ആളുകളും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ കാണാം. ഇങ്ങനെ വ്യത്യസ്ത തരം ആചാരങ്ങളും ജീവിതങ്ങളും കാണുന്നത് തന്നെ കൗതുകമുള്ള കാര്യമാണ്. കുറച്ചങ്ങ് നടന്നപ്പോൾ ഒരു സന്യാസിയെ കണ്ടു. അദ്ദേഹം ഒരു ചെറിയ നോട്ടിൽ എന്തോ കാര്യമായി കുറിക്കുന്നു. എന്താണ് കുറിക്കുന്നതെന്നും അറിയില്ല. പക്ഷെ അത് കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് സമയം ഇതിലൂടെ നടന്നു. നേരം വല്ലാതെ ഇരുട്ടായി. അഗ്നിതീർത്ഥത്തിൽ ഇപ്പോഴും ആളുകളുണ്ട്. ഇനി ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കണം, എന്നിട്ട് ഉറങ്ങണം. പിറ്റേ ദിവസം ഞങ്ങൾ ഒരു സ്കൂട്ടർ വാടകയ്ക്കെടുത്തു. രാമേശ്വരത്ത് വാടകയ്ക്ക് സ്കൂട്ടർ കിട്ടും എന്നുള്ളത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞങ്ങളോട് പറഞ്ഞത്. സ്കൂട്ടർ ചാർജ് ദിവസത്തേക്ക് 700 രൂപയാണ്. എന്നാലും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ നിർത്തി പോവാലോ. ബസ് ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും നിർത്തുന്നതിന് ലിമിറ്റ്സ് ഉണ്ട്. വെളുപ്പിനെ ഞങ്ങൾ പോയത് രാമേശ്വരത്തിലെ ഏറ്റവും ഉയരമുള്ള ഗന്ധമാദന പർവ്വതത്തിലേക്കാണ്. കടൽ നിരപ്പിൽ നിന്ന് ഏകദേശം 30 മീറ്റർ ഉയരത്തിലാണ് ഗന്ധമാദന പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഈ പർവ്വതത്തിൽ നിന്ന് രാമേശ്വരത്തിൻ്റെ 360 ഡിഗ്രി പനോരമിക് വ്യൂ നമുക്ക് കാണാം. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ശ്രീരാമന്റെ കാലടികൾ പതിഞ്ഞ ഒരു ശിലയുണ്ട്. അതിനെ ഈ ക്ഷേത്രത്തിൽ വരുന്നവർ ആരാധിക്കുന്നു. ഐതിഹ്യമനുസരിച്ച് ശ്രീരാമൻ ലങ്കയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ലങ്കയെ ദൂരത്തുനിന്ന് നിരീക്ഷിച്ചു എന്നാണ് വിശ്വാസം. മാത്രമല്ല, ഹനുമാനെ ആദ്യമായി ലങ്കയിലേക്ക് അയച്ചത് ഈ പർവ്വതത്തിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു. ഇവിടെ ഞങ്ങൾ കുറച്ച് സമയം ചെലവഴിച്ചു. രാമേശ്വരത്തെ ചുറ്റിപ്പറ്റി കുറേ ചെറിയ ദ്വീപുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് കുറുസഡെ ഐലൻഡ്. അവിടേക്ക് പോവാൻ വേണ്ടി കുന്തുക്കൽ എന്ന ഒരു ബീച്ചിലേക്ക് വന്നു. ഇവിടെ ഒരു വിവേകാനന്ദ മെമ്മോറിയൽ ഉണ്ട്. പക്ഷേ ഞങ്ങൾ വിവേകാനന്ദ മെമ്മോറിയലിന്റെ ഉള്ളിലൊന്നും കയറിയില്ല, പുറമേ നിന്ന് കണ്ടു. കുറുസഡെ ഐലൻഡിലേക്ക് പോവാൻ ടിക്കറ്റ് എടുക്കുന്നിടത്ത് ചോദിച്ചപ്പോൾ സൈക്ലോൺ കാരണം ബോട്ട് സർവീസ് ഇല്ല എന്ന് പറഞ്ഞു. രാമേശ്വരത്ത് നിന്ന് ഏകദേശം 12 കിലോമീറ്ററാണ് കുറുസഡെ ഐലൻഡിലേക്കുള്ള ദൂരം. ഗൾഫ് ഓഫ് മന്നാർ മറൈൻ ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കുറുസഡെ ദ്വീപ് ഇന്ത്യയിലെ ആദ്യത്തെ സമുദ്ര ദേശീയോദ്യാനങ്ങളിൽ ഒന്നാണ്. അവിടെ പവിഴപ്പുറ്റിൽ ജീവിക്കുന്ന സീ കുക്കുംബർ, സ്റ്റാർ ഫിഷ്, സീ ഗ്രാസ് ബഡ്സ് അങ്ങനെ റെയർ ആയിട്ടുള്ള സ്പീഷീസിനൊക്കെ കാണാം. കുറുസഡെ ഒരു അണ്ടർ വാട്ടർ പരീക്ഷണശാലയായതുകൊണ്ട് തന്നെ ഇവിടെ പൊതുജനപ്രവേശനം നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ശാസ്ത്രജ്ഞന്മാർക്കും ഗവേഷകർക്കും മാത്രം പ്രത്യേക അനുമതിയോടെ സന്ദർശനം അനുവദിച്ചിരിക്കുന്നു. പക്ഷേ സാധാരണ പൊതുജനങ്ങൾക്കും ഈ ദ്വീപിൽ പോവാൻ അനുമതിയുണ്ട്. അതിനായി ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് സൈക്ലോൺ കാരണം ബോട്ട് സർവീസ് ഇല്ല. ഇവിടെ ബീച്ചിൽ കുറച്ചുപേര് സ്റ്റാൻഡപ്പ് പാഡിൽ ബോട്ടിൽ പോകുന്നത് കണ്ടു. കാണാൻ നല്ല ഭംഗിയുണ്ട്. അവർ അങ്ങ് ദൂരെ പോയത് കുറുസഡെ ദ്വീപിന്റെ ഭാഗത്തേക്കാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വഴിയിൽ ഒരു ഹാർബർ കണ്ടു. ഇവിടെ കുറേ ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നു. ഈ ഹാർബറിൽ നിന്നാൽ നേരത്തെ പോയ വിവേകാനന്ദ മെമ്മോറിയൽ കാണാം.
മീൻപിടുത്തക്കാർ വലയിൽ കിട്ടിയ മീനുകളൊക്കെ ശേഖരിക്കുകയാണ്. അപ്പോഴാണ് ശ്രദ്ധിച്ചത്, വലയിൽ കുടുങ്ങിയിരിക്കുന്നതിൽ കുറേ പവിഴപ്പുറ്റിൽ ജീവിക്കുന്ന റെയർ ആയിട്ടുള്ള സ്പീഷീസാണ്. അത് കണ്ടപ്പോൾ വല്ലാത്ത സങ്കടമായി. ഇവയൊക്കെ നശിക്കുകയാണല്ലോ എന്നോർത്തു. ഇതൊക്കെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാലേ ഈ ദ്വീപൊക്കെ ഇതേപോലെ നിലനിൽക്കൂ. ദ ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ധനുഷ്കോടിയിലേക്കാണ് അടുത്ത യാത്ര. രാമേശ്വരത്ത് നിന്ന് ഏകദേശം 20 കിലോമീറ്ററുണ്ട് ധനുഷ്കോടിയിലേക്ക് എത്താൻ. പോകുന്ന വഴികൾ കാണാൻ മനോഹരമാണ്. വഴിയിൽ പലയിടങ്ങളിലായി കുതിരകളെ കണ്ടു. അവ പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ 2 ഭാഗത്തും കടൽ കാണാം. 2 സൈഡിലായിട്ട് തിരമാലകൾ വന്നടിക്കുന്നുണ്ട്. കുറേ ദൂരം ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പേടി തോന്നും. ഒരു സുനാമിയൊക്കെ പെട്ടെന്ന് വന്നാൽ എന്ത് ചെയ്യും? കാരണം 2 ഭാഗത്തും കടലാണ്. കടലിലൂടെ ഒരു റോഡ് നിർമ്മിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം കടലും നമ്മൾ പോകുന്ന റോഡും തമ്മിൽ അങ്ങനെ വലിയ രീതിയിൽ ഹൈറ്റ് ഡിഫറൻസ് ഒന്നുമില്ല. പോകുന്ന വഴിയിൽ കോദണ്ഡരാമർ എന്ന ഒരു ക്ഷേത്രമുണ്ട്. 1964 വീശിയ വലിയ ചുഴലിക്കാറ്റ് ധനുഷ്കോടിയെ മുഴുവനായി നശിപ്പിച്ചപ്പോൾ പോലും ഈ ക്ഷേത്രം മാത്രമാണ് അത്ഭുതകരമായി നിലനിന്നതത്രേ. ആ പോകുന്ന റോഡിൻ്റെ 2 ഭാഗത്തും കടലാണ്. പ്രകൃതിയുടെ അത്ഭുതം എന്നൊക്കെ പറയില്ലേ, അതാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിനടുത്തെത്തി. ക്ഷേത്രത്തിൽ രാമൻ, സീത, ലക്ഷ്മണൻ, ഹനുമാൻ, വിഭീഷണൻ എന്നിവരുടെ വിഗ്രഹങ്ങൾ ഒരുമിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്ര പരിസരത്ത് കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ധനുഷ്കോടി റോഡിൻ്റെ അവസാനം തേടി യാത്ര തുടർന്നു. സമുദ്രത്തിലേക്ക് നീണ്ടുകിടക്കുന്ന റോഡാണിത്. ശരിക്കും ഇതൊരത്ഭുതമാണ്. മനുഷ്യനിർമ്മിതമല്ലാത്ത പ്രകൃതി തന്ന വിസ്മയമാണ് ഈ റോഡ്. റോഡിന് 2 സൈഡും നീലക്കടൽ. ഞങ്ങൾ കുറച്ച് സമയം കടൽ തീരത്ത് ചെലവഴിച്ചു. തിരമാലകൾ നല്ല ശക്തിയോടുകൂടിയാണ് തീരത്തടിക്കുന്നത്. വെളുത്ത മണൽത്തരിയിൽ നീലക്കടലിൻ്റെ തിരമാല വന്നടിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങ് ദൂരെ കടലിൽ ബോട്ട് പോകുന്നത് കാണാം. മത്സ്യത്തൊഴിലാളികൾ കടലിൽ നിന്ന് മീൻ പിടിക്കാനായി പോകുന്നതാണ്. കുറച്ചങ്ങ് നടന്നപ്പോൾ കുറേ പേര് ഇവിടെ വലയിൽ നിന്ന് മീൻ തട്ടുന്നത് കണ്ടു. കുറേ പേര് വല പിടിച്ചിട്ടുണ്ട്. വലയിൽ കുടുങ്ങിയ മീനുകളൊക്കെ താഴെയുള്ള മണ്ണിലേക്ക് തട്ടുന്നു. ഈ മീനുകളൊക്കെ വിൽക്കാൻ വേണ്ടിയുള്ളതാണ്. ഇവിടുത്തെ ആളുകളുടെ പ്രധാന വരുമാന മാർഗം മത്സ്യബന്ധനമായതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ബോട്ടുകളും മത്സ്യത്തൊഴിലാളികളെയും ഒക്കെ നമുക്ക് കാണാം. ഇതൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും റോഡിൻ്റെ അവസാനം തേടി യാത്ര തുടർന്നു. കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ തകർന്നിരിക്കുന്ന കുറേ കെട്ടിടങ്ങൾ കണ്ടു. ധനുഷ്കോടി ഒരു കാലത്ത് വീടുകളും സ്കൂളുകളും ആശുപത്രികളും ദേവാലയങ്ങളും ഉള്ള ഒരു ടൗൺ ആയിരുന്നു. എന്നാൽ 1964 ഡിസംബർ 22 രാത്രി ഒരു ചുഴലിക്കാറ്റ് ധനുഷ്കോടിയുടെ തീരത്ത് വന്നടിക്കുകയും ആ ടൗൺ മുഴുവൻ തകർക്കുകയും ചെയ്തു. ആ ചുഴലിക്കാറ്റിൻ്റെ ഓർമ്മയെന്നോണം പള്ളിയുടെയും മറ്റു കെട്ടിടങ്ങളുടെയും അവശിഷ്ടങ്ങൾ ഇന്നും ഇവിടെ കാണാം. ആ ചുഴലിക്കാറ്റിൽ ഏകദേശം 1800 ആളുകളാണ് മരിച്ചത്. മണിക്കൂറിൽ 280 കിലോമീറ്റർ ആയിരുന്നു ചുഴലിക്കാറ്റിൻ്റെ വേഗത. അതുകൊണ്ട് തന്നെ നമുക്ക് ആലോചിക്കാവുന്നതേയുള്ളൂ ചുഴലിക്കാറ്റിൻ്റെ ഭീകരത എത്രത്തോളമായിരിക്കുമെന്ന്. ആ ചുഴലിക്കാറ്റിൻ്റെ സ്മാരകമെന്നോണം ഇവിടെ കാണുന്ന തകർക്കപ്പെട്ട കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ആ ദിവസം ഇവിടുത്തെ ആളുകൾ അനുഭവിച്ച ഭീകരാവസ്ഥയെ നമ്മെ ഓർമ്മിപ്പിക്കും. എനിക്ക് ഈ കെട്ടിടങ്ങളൊക്കെ കണ്ടപ്പോൾ വല്ലാത്ത സങ്കടവും പേടിയുമാണ് തോന്നിയത്. ഇവിടുത്തെ ഈ തകർക്കപ്പെട്ട പള്ളിയൊക്കെ കാണുമ്പോൾ ആ ആളുകൾ ഇങ്ങനെയൊരു സ്ഥലത്ത് എത്ര പ്രതീക്ഷയോടു കൂടിയായിരിക്കും ജീവിതം കെട്ടിപ്പടുത്തിട്ടുണ്ടാവുക എന്നോർത്തു. ആ ജീവിതം ഒരു രാത്രി കൊണ്ട് ഇല്ലാതായി എന്നത് എത്ര ഭയാനകമായ അവസ്ഥയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പകച്ചു നിന്ന ഓരോ ആളുകളുടെയും ദയനീയ അവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ കെട്ടിട അവശിഷ്ടങ്ങൾ. ആ ദിവസം ഇവിടേക്ക് യാത്ര ചെയ്ത ട്രെയിനും തകർന്നിട്ടുണ്ടായിരുന്നു. അവ സമുദ്രത്തിലേക്ക് ഒലിച്ചുപോയി.
മാത്രമല്ല അതിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും മരിക്കുകയും ചെയ്തു. ട്രെയിനിലുണ്ടായിരുന്ന 115 പാസഞ്ചേഴ്സാണ് മരിച്ചത്. ഇവിടെയുള്ള റെയിൽവേ സ്റ്റേഷന്റെ അവശിഷ്ടങ്ങൾ ആ ട്രെയിനിലുണ്ടായിരുന്ന ആളുകളുടെ നിസ്സഹായാവസ്ഥയെ നമുക്ക് മനസ്സിലാക്കി തരും. ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ സന്തോഷവും അവരുടെ ജീവിതത്തോടുമുള്ള പ്രതീക്ഷയുമൊക്കെയാണ് ഒരു നിമിഷം കൊണ്ട് ആ ചുഴലിക്കാറ്റ് കൊണ്ടുപോയത്. ഈ സംഭവത്തിന് ശേഷം തമിഴ്നാട് ഗവൺമെന്റ് ധനുഷ്കോടിയെ താമസിക്കാൻ യോഗ്യമല്ലാത്ത സ്ഥലമായി പ്രഖ്യാപിച്ചു. ധനുഷ്കോടി പിന്നീട് പ്രേതനഗരം എന്നറിയപ്പെട്ടു. ധനുഷ്കോടി ദുരന്തം ഒരു ഓർമ്മപ്പെടുത്തലാണ്. മനുഷ്യർ എത്ര പുരോഗമിച്ചാലും എന്തൊക്കെ കണ്ടുപിടിച്ചാലും പ്രകൃതി ഒന്ന് ശോഭിച്ചാൽ തീരാവുന്നതേയുള്ളൂ നമ്മളൊക്കെ എന്നുള്ള ഒരു പ്രകൃതിയുടെ ഓർമ്മപ്പെടുത്തൽ. കുറച്ചങ്ങ് നടന്നപ്പോൾ ഒരു ലൈറ്റ് ഹൗസ് ശ്രദ്ധയിൽപ്പെട്ടു. ആ ലൈറ്റ് ഹൗസിലേക്ക് നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് കയറാം. ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്നാൽ ധനുഷ്കോടിയുടെ മുകളിൽ നിന്നുള്ള കാഴ്ച നേരിട്ട് കാണാം. നമ്മൾ നേരത്തെ കണ്ട തകർക്കപ്പെട്ട കെട്ടിടങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാം. നീണ്ട അറ്റമില്ലാതെ കിടക്കുന്ന റോഡും അതിന് രണ്ടു ഭാഗത്തും ആകാശം പോലെ തോന്നിപ്പിക്കുന്ന കടലും കാണാൻ മനോഹരമാണ്. ഈ റോഡ് കണ്ടാൽ സമുദ്രത്തെ പിളർന്നുണ്ടായതാണെന്ന് തോന്നും. എന്തു ഭംഗിയാണല്ലേ ഈ ഒരു കാഴ്ച. ധനുഷ്കോടിയിൽ വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ലൈറ്റ് ഹൗസിന് മുകളിൽ കയറണം. കാരണം അത്രയും ഭംഗിയാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. ലൈറ്റ് ഹൗസിൽ നിന്നിറങ്ങി ഞങ്ങൾ റോഡിന്റെ അറ്റം തേടി വീണ്ടും യാത്ര തുടർന്നു. പോകുന്ന വഴിയിൽ ഓല കൊണ്ട് മേഞ്ഞ കുറേ ഭക്ഷണശാലകൾ കാണാം. ഇവിടെ നിന്ന് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ഡിഷൊക്കെ കിട്ടും. അവർ നമ്മളുടെ മുന്നിൽ നിന്നാണ് ഫിഷ് കുക്ക് ചെയ്യുന്നത്. ഞാൻ അവിടെ നിന്ന് നല്ല കൂന്തൽ ഫിഷ് ഫ്രൈ ചെയ്തതും ചോറും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫിഷ് ഇഷ്ടമുള്ളവർക്ക് നല്ല ഒരു സ്പോട്ടാണിത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് യാത്ര തുടർന്നു. ധനുഷ്കോടി റോഡിന്റെ അറ്റത്തെത്തി. ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും കൂടിച്ചേരുന്ന ധനുഷ്കോടിയുടെ എൻഡിംഗ് പോയിന്റാണിത്. അരിച്ചാൽ മുനൈ എന്നാണ് ഈ പോയിന്റ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്നാൽ ഒരു ഭാഗത്ത് നീണ്ടുകിടക്കുന്ന റോഡും മറ്റു ഭാഗങ്ങളിൽ സമുദ്രവും കാണാം. ഈ സ്ഥലത്ത് നിന്ന് നോക്കിയാൽ രണ്ട് സമുദ്രത്തിന്റെയും നിറത്തിലുള്ള വ്യത്യാസം കാണാം. ബംഗാൾ ഉൾക്കടൽ ഒരു ലൈറ്റ് പച്ചയും നീലയും കലർന്ന നിറമാണ്. എന്നാൽ ഇന്ത്യൻ ഓഷ്യൻ ഡാർക്ക് ബ്ലൂ കളറാണ്. ഈ ഒരു സ്ഥലം ഹിന്ദുമത വിശ്വാസമനുസരിച്ച് രാമൻ സീതയെ രക്ഷിക്കാനായി രാം സേതു പണിത സ്ഥലമാണ്. ശ്രീലങ്കൻ രാജാവായ രാവണന്റെ അടുത്തുനിന്നും രാമൻ തന്റെ ഭാര്യയായ സീതയെ രക്ഷിക്കാനായി ശ്രീലങ്കയിലേക്ക് പണിത ഒരു പാലമാണ് രാം സേതു. ഐതിഹ്യം അനുസരിച്ച് ശ്രീരാമൻ വാനരപ്പടയുടെ സഹായത്തോടെ ശ്രീലങ്കയിലേക്ക് ഇവിടെ നിന്ന് ഒരു പാലം പണിയുകയും രാക്ഷസനായ രാവണനെ വധിച്ച് സീതയെ രക്ഷിക്കുകയും ചെയ്തു. ഇന്നും ഇവിടെ അങ്ങനെ ഒരു പാലത്തിന്റെ അവശിഷ്ടങ്ങൾ കാണുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഐതിഹ്യം എന്തു തന്നെയായാലും സത്യമാണെന്ന് തോന്നിപ്പിക്കും വിധം ഇവിടെ നിന്ന് ശ്രീലങ്കയിലേക്ക് തകർന്ന പാലത്തിന്റെ അവശിഷ്ടങ്ങൾ പോലെയൊന്ന് സമുദ്രത്തിൽ ഉള്ളതായി കാണാം. ഈ പോയിന്റിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള കടലിന്റെ ആഴവും കുറവാണ്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ കുറേ ആളുകൾ മീൻ പിടിക്കുന്നത് കണ്ടു. ഒരു കൂട്ടം ആളുകൾ പാട്ടുപാടി മീൻ പിടിക്കാനായി വിരിച്ച വല വലിക്കുകയാണ്. എന്ത് രസമായിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടുത്തെ ആളുകൾ പല രീതിയിലാണ് മീൻ പിടിക്കുന്നതല്ലേ. ചിലർ വലിയ ബോട്ടിൽ ആഴക്കടലിൽ പോയി മത്സ്യബന്ധനം നടത്തുന്നു. മറ്റു കൂട്ടർ ചെറിയ ബോട്ടിൽ നിന്ന് വല വീശി മത്സ്യബന്ധനം നടത്തുന്നു. വേറെ ചിലരാണെങ്കിൽ ചൂണ്ടയിടുന്നു. മറ്റു ചിലർ വല വീശി ഇത്തരത്തിൽ മീൻ പിടിക്കുന്നു. അങ്ങനെ ഓരോ ആളുകളും ഓരോ ശൈലിയിലാണ് മത്സ്യബന്ധനം നടത്തുന്നത്. എന്ത് രസാണല്ലേ ഇതൊക്കെ കാണാൻ. കുറച്ചു സമയം ഇവരുടെ കൂടെ ചെലവഴിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അപ്പോഴേക്കും നേരം വല്ലാതെ ഇരുട്ടിയിരുന്നു.
എന്നും ഓർക്കാനുള്ള കുറേ നല്ല അനുഭവങ്ങളാണ് രാമേശ്വരത്ത് നിന്ന് ലഭിച്ചത്. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ബോട്ട് യാത്രയും പാട്ടുപാടി മീൻ പിടിക്കുന്ന മീൻപിടുത്തക്കാരുടെ ജീവിതങ്ങളും ഇവിടുത്തെ പ്രേതനഗരവും ഐതിഹ്യമോ അതോ സത്യമോ എന്ന് തോന്നിപ്പിക്കുന്ന രാംസേതുവും അങ്ങനെ ഒരുപാട് അനുഭവങ്ങളാണ് ഈ യാത്ര എനിക്ക് സമ്മാനിച്ചത്. രാമേശ്വരം യാത്രികരെ സംബന്ധിച്ച് ഒരു അത്ഭുതമാണ്. ഇവിടുത്തെ അനുഭവങ്ങൾ തിരമാലയുടെ വശ്യഭംഗിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ആ തിരമാലകൾ നമ്മളോട് കഥകൾ പറയും. ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തിൻ്റെയും പ്രേതനഗരത്തിൻ്റെയും രാമായണത്തിൻ്റെയും അങ്ങനെ പല കഥകൾ. അതുകൊണ്ട് തന്നെ എനിക്ക് രാമേശ്വരം ഒരു തീർത്ഥയാത്ര സ്ഥലം മാത്രമല്ല, ഭക്തിയുടെയും ചരിത്രത്തിൻ്റെയും പ്രകൃതിയുടെയും ഒരു സംഗമമാണ്.